കല്യാണം കഴിഞ്ഞോ? കല്യാണം ആയില്ലെങ്കിൽ കല്യാണം ആയില്ലേ? കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയായില്ലേ? ഒരെണ്ണം ആയി കഴിഞ്ഞാലും പിന്നെ അടുത്തതായില്ലേ? പ്രായമുള്ള ആൾക്കാരുടെ വിചാരം ഓട്ടോമാറ്റിക്കലി ഞാൻ സംസാരിക്കുന്നതൊക്കെ വരും. കല ഫീൽഡ് ഞാൻ പഠിത്തം പോലും വേണ്ടെന്ന് വെച്ചിട്ട് സ്മൃതി അമ്മേനെ അമ്മ എന്നല്ല വിളിക്കാറ്. അതൊക്കെ അങ്ങനെ അറിഞ്ഞു. പുറത്തു പോവാണെങ്കിലും ഒരുമിച്ച് കാര്യം നോക്കുക, പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്ന സന്തോഷം മമ്മിയാണ്. എനിക്ക് ഒരു ഇഷ്ടം ഉണ്ടെങ്കിലും ഒരു കോംപ്ലക്സ് ചെറുതായിട്ടൊക്കെ അടിക്കണം. നീങ്ങി എന്നങ്ങ് നടന്നാൽ മതി. ഞാൻ ആരും ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും പറയണ്ട. ആദ്യം നിങ്ങള് കുറച്ച് ദിവസം ഒന്ന് ഒന്നിച്ച് നിൽക്കുക. അതേ ഉള്ളു പ്രശ്നം. വേറെ നിങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവും ഞങ്ങൾ കാണുന്നില്ല. ആയാലും അപ്പുറത്തെ വീട്ടിലെന്താണെന്ന് അറിയാൻ വേണ്ടിട്ട് ക്യൂരിയോസിറ്റി നമുക്കുണ്ടാവും. അത് ശരിയാണ്. ഓൻ്റെ കൂടെ എന്താ പോവാത്തെ? ഓനുമായിട്ട് എന്തോ പ്രശ്നമുണ്ട്. ഞാനാണ് മുൻകൈ എടുത്തത്. ഹായ് നമസ്കാരം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ആർട്ടിസ്റ്റും കോമഡി ആർട്ടിസ്റ്റും ഒരു ഡാൻസറും കൂടി ആയിട്ടുള്ള സ്മൃതിയാണ്. സ്മൃതി, വെൽക്കം ടു ഇൻഫ്രെയിം മീഡിയ. ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷം സുഖമായിട്ട് പോണു. സ്മൃതിയുടെ പുതിയ വിശേഷം എന്ന് പറയുന്നത്, സ്മൃതിനെ നമ്മൾ കോമഡി സ്കിറ്റുകളിൽ ഒത്തിരി കണ്ടിട്ടുണ്ട്. പിന്നെ കൂടാതെ എനിക്ക് പേഴ്സണലിയും അറിയാം, നല്ലൊരു ഡാൻസറാണ്. പക്ഷെ എനിക്ക് ഈ അടുത്ത് ഒരാഴ്ചയോളം ആയിട്ട് ഷുഗർ കട്ട് എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിം നമ്മളെല്ലാവരും കാണുന്നുണ്ട്. ഈ ഇരിക്കുന്ന സ്മൃതിയാണ് അതിലെ സ്ഥിതി. അതെ, അതിലെ സ്ഥിതിയാണ് സ്മൃതി. ഷുഗർ കട്ടിന്റെ വിശേഷങ്ങൾ പറയും. വിശേഷങ്ങള് എൻ്റെ ഈ ആക്ടിങ് ലൈഫിൽ ഒരു എന്താ പറയാ, ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു എന്താ പറയാ, അങ്ങനെ ഒരു ജോണറെ ഞാൻ ചെയ്തിട്ടില്ല. ഫുൾ കോമഡി അങ്ങനെയൊക്കെയാണ് ചെയ്തത്. സീരിയസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇത്രയും ലൈറ്റായിട്ട് ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ അതെനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതും ഇങ്ങനെ ഇത്രയും ആ ഒരു ചേട്ടൻ്റെ കൂടെ എന്ന് വെച്ചാൽ, ആ ചേട്ടനും അതിനകത്ത് സ്ക്രിപ്റ്റ് റൈറ്ററിലും ഡയറക്ടറും ആ ചേട്ടൻ തന്നെയാണ്, എൽസൺ ചേട്ടൻ തന്നെയാണ്. അപ്പൊ അതും ഒരു ടെൻഷൻ. അത് 2 ക്യാരക്ടേഴ്സ് മാത്രമേ ഉള്ളൂ മെയിൻ ആയിട്ട്. അത് വേറൊരു ടെൻഷൻ. എനിക്ക് കോമഡിയൊക്കെയാണ് നമ്മളിപ്പോ ജസ്റ്റ് പെട്ടെന്ന് ഇങ്ങനെ സംസാരിക്കുന്നത് നമുക്ക് കിട്ടും. പക്ഷെ ആ ഒരു സാധനം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഫണ്ണാണോ എന്ന് തോന്നി. അതെ 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 തോന്നും. സ്മൃതിയാണ് ചെയ്യുന്നേ, അതിന് ഫണ്ണായിരിക്കോ ജസ്റ്റ് ഒന്ന് തോന്നി. പക്ഷെ പിന്നെ അതങ്ങ് ചേഞ്ച് ആയിപ്പോയി. അതിന്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് വേറൊരു ലെവലായി. നമ്മളൊരു വന്ദനം മൂവി ടൈപ്പ് അങ്ങനെ ഒരു ക്ലൈമാക്സ് ആയിപ്പോയി. അതും എന്തോ പറയണ്ടേ അതിനെ പറ്റിട്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് കുറെ കോൾസ് മെസ്സേജസ് റെസ്പോൺസ് കിട്ടിയ ഒരു വർക്കാണ് എനിക്കത്. ഹരിശ്രീ അശോകൻ. അതെ അതെ, എനിക്കത് ഭയങ്കര, ഞാൻ കരഞ്ഞു പോയി ശരിക്കും. കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെ. അതിപ്പോ അവരുടെ ഒരു ഗ്രൂപ്പുണ്ട്, കുറെ ആക്ടേഴ്സുള്ള ഒരു ഗ്രൂപ്പിൽ ഇങ്ങനെ ഇതൊരു ലിങ്ക് ചെന്നു നമ്മുടെ ഷോർട്ട് മൂവിയുടെ. അപ്പോൾ അത് കണ്ടിട്ട് സാറ് അതിന് റിവ്യൂ ആയിട്ടാണ് പറയണത്. ആ റിവ്യൂവിൽ എൻ്റെ പേരെടുത്ത് പറയുന്നുണ്ട്. ആ കുട്ടി ഏതാണ്, എന്താ അത് ഇപ്പം ആക്ടിങ് ചെയ്യുന്ന കുട്ടിയാണോ, അത് കേൾക്കുമ്പോൾ നമുക്കൊരു ഇത്. അപ്പോൾ അത് കൂടാണ്ട് നമ്മുടെ ഡയറക്ടർ ചേട്ടനുണ്ട്, സൂരജ് എന്ന് പറഞ്ഞാൽ, ആ ചേട്ടനും വിളിച്ചപ്പോഴും ആ ചേട്ടനോടും ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ ഭയങ്കര ഹാപ്പിയായി. കാരണം നമ്മളത് എന്താ പറയാ, അത് കണ്ടപാട് നമ്മുടെ അടുത്ത് ചോദിച്ചല്ലോ, അത് നോട്ടീസ് ചെയ്തിട്ട്. അത് ഭയങ്കര ഒരു ഇതായിരുന്നു. ഇപ്പം സ്മൃതി ഒരുപാട് വർഷമായി ഞാനിപ്പോ ഒരു 6 വർഷം കഴിഞ്ഞു. 6 വർഷത്തോളമായി ഫീൽഡിൽ നിൽക്കണം. ഏഷ്യാനെറ്റിലായിരുന്നു എന്റെ തുടക്കം ഏഷ്യാനെറ്റിലായിരുന്നു, കോമഡി സ്റ്റാർസിലായിരുന്നു. പിന്നെ മഴവിൽ മനോരമയിൽ ഒരു ചിരി ബമ്പർ ചിരി ചെയ്തു. പിന്നെ ഇപ്പൊ നിലവില് അമൃത കോമഡി മാസ്റ്റേഴ്സ് ചെയ്യുന്നു. എന്ത് തോന്നുന്നു ഒരു കോമഡി സ്റ്റാർ ആ ഒരു ലെവലിൽ നിന്ന് ഇപ്പൊ ശരിക്കും നമുക്ക് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. മുൻപായിരുന്നെങ്കിൽ ഒരു കോമഡി താരം എന്ന് പറയുന്നത് എന്നും ചിലപ്പോ ഇതുപോലെ റിയാലിറ്റി ഷോസിൽ ഒരു ആർട്ടിസ്റ്റ് ആയിട്ട് മാത്രം ഒതുങ്ങി നിൽക്കുക എന്നുള്ളത് മാത്രം നടക്കുകയുള്ളായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലഘട്ടം വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരു ഫോൺ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ സ്വയം ചെയ്യാം. അതെ അതെ അതെ. ആദ്യം എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. കാരണം വെച്ചാല് നമ്മൾ ചെയ്യുന്ന സാധനം ഓഡിയൻസ് എങ്ങനെ അത് കോമഡി ആക്കി എടുക്കുവോ. ഓട്ടോമാറ്റിക്കലി ഞാൻ സംസാരിക്കുന്നതൊക്കെ വരും, എക്സ്പ്രഷൻസ് കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി എനിക്ക് വരും. അപ്പോ ഞാൻ വിചാരിക്കുന്നത് ഇനി അത് ഓവറായിരിക്കുമോ കാണിക്കുന്നത്. പിന്നെ അത് ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോ ഓക്കെ സെറ്റാണ്, അപ്പൊ പിന്നെ ഇങ്ങനെ തന്നെ പോവാം. അങ്ങനെ എൻജോയ് ചെയ്ത ഒരു ഫീൽഡായിരുന്നു ഈ ആക്ടിങ് ഫീൽഡ്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാതെ കടന്നു വന്നതാണ് ഇതിലേക്ക്.
ഞാൻ ശരിക്കും പറഞ്ഞാൽ ഡാൻസറാണ്, സിംഗറാണ്, ഡാൻസ് ടീച്ചറും കൂടിയാണ്. അപ്പോൾ ഞാൻ ഈ ആക്ടിങ്ങിലേക്ക് വരുന്നതിന് മുന്നേ ബിഫോർ മാരേജില് ഞാൻ ഗാനമേളയ്ക്കൊക്കെ പോവായിരുന്നു പാട്ട് പാടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഇതുപോലെ നമ്മുടെ അവിടെ സംക്രാന്തിയിൽ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ബാസി വൈക്കം ചേട്ടൻ പ്രോഗ്രാമിന് വന്നു. അപ്പൊ ആ ചേട്ടന്റെ കെയർ ഓഫിലാണ് ഞാൻ ശരിക്കും കോമഡി സ്റ്റാർസിലേക്ക് എൻ്റർ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ആഗ്രഹം, ആ സമയത്തൊക്കെ ടിക്ടോക്കുള്ള സമയമാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ ചോദിച്ചു, ജസ്റ്റ് ആ സമയത്ത് കൊറോണ ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു, ഇങ്ങനെ എന്തെങ്കിലും അവസരം ഉണ്ടാവുമോ? അപ്പൊ നമുക്ക് അറിയില്ല, ഇത്രയും വലിയ ആർട്ടിസ്റ്റിന്റെ അടുത്ത് നമ്മൾ പാട്ട് പാടുന്നു, ആ ഒരു ഇതില് നിൽക്കുന്നുള്ളൂ. അപ്പൊ ചേട്ടൻ പറഞ്ഞു നമ്പർ തന്നാൽ മതി, കോണ്ടാക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് അടുത്ത ഷെഡ്യൂൾ തന്നെ ഇങ്ങനെ ഒരു സ്കിറ്റിലേക്ക് ആള് വേണം എന്ന്, ന്യൂ ഫേസ് വേണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ ചേട്ടൻ കോണ്ടാക്ട് ചെയ്തു. അങ്ങനെയാണ് ഞാൻ അവിടെ ചെല്ലണേ. പിന്നെ കയറി കഴിഞ്ഞപ്പോൾ മുതല് കോമഡി സ്റ്റാർസ്, ബമ്പർച്ചിരി, കോമഡി മാസ്റ്റേഴ്സ് ഇങ്ങനെ പോയി. ഇപ്പൊ ഇങ്ങനെ കുറച്ചൊക്കെ ഇങ്ങനെ ആയി വെക്കുന്നത്. ആക്ടിങ് ആയിരുന്നു ഇഷ്ടം? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഡാൻസ് ആണ് എൻ്റെ ജീവൻ. പക്ഷെ എല്ലാം ഇഷ്ടപ്പെടും എന്ന് വെച്ചാല് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഒരു കലാ ഫീൽഡ്. ഞാൻ പഠിത്തം പോലും വേണ്ടെന്ന് വെച്ചിട്ട് കയറിയതാണ്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഒരു ഇതുണ്ട്. പക്ഷെ എൻ്റെ വീട്ടില് ആക്ടിങ്ങിനോട് വലിയൊരു ഇതില്ലായിരുന്നു. ഡാൻസ്, പാട്ട് ഡാൻസ് അങ്ങനെ ഒരു ഇത്. പക്ഷെ എൻ്റെ ഹസ്ബൻഡ് അവൻ ഭയങ്കര സപ്പോർട്ടാണ്. അപ്പൊ അവന്റെ ഒരു ഇതിലാണ് ആക്ടിങ്ങിലേക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഇങ്ങനെ പോകും. ഈ റിയാലിറ്റി ഷോ എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ മാറി നിൽക്കേണ്ട അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. അപ്പം എസ്പെഷ്യലി ഫാമിലി കല്യാണം കൂടെ കഴിഞ്ഞതായിരിക്കുമ്പോൾ ഇപ്പൊ ഹസ്ബൻഡിന്റെ സപ്പോർട്ട് എന്ന് പറഞ്ഞില്ലേ, പലർക്കും ഈ കഴിവുണ്ടായിട്ടും ഒരു മേഖലയിലേക്ക് കടന്നു വരാൻ പറ്റാത്തതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് സപ്പോർട്ട് ഇല്ലായ്മയാണ്. അതുകൊണ്ടാണ് പലരും ഫോണിൽ മാത്രം, റീൽസിൽ മാത്രം ഒതുങ്ങി പോകുന്ന പലരും ഉണ്ട്. അതുപോലും ചെയ്യാൻ പറ്റാത്തവരുണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോ ഹസ്ബൻഡ് മാത്രമല്ല, അതിന്റെ ഒരു ഭാഗമായിട്ട് നിൽക്കുന്ന ഹസ്ബൻഡിന്റെ ഫാമിലി ഉണ്ടാവും. അവരെ കുറിച്ച് എന്താ പറയാനുള്ളത്? ശരിക്കും ഞാന് ആ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു പണി എടുക്കാറില്ല. ഹസ്ബൻഡിനൊരു സിസ്റ്റർ ഉണ്ട്. സിസ്റ്ററും ഇടയ്ക്ക് അവിടെ വന്ന് നിൽക്കുമെങ്കിലും ഞാൻ പിടിച്ചുകൊണ്ട് നിർത്തും. കാരണം വെച്ചാല് ഓട്ടോമാറ്റിക്കലി കണ്ണൂരാണ് സ്ഥലം. കോട്ടയം കണ്ണൂരായിട്ട് ലോട്ട് ഓഫ് ഡിഫറൻസ് ഉണ്ട് എല്ലാത്തിലും, പ്രത്യേകിച്ച് ലാംഗ്വേജിൽ. അവരിങ്ങനെ ഞാൻ ആന്ന് പറയുമ്പോഴേ അവരെ കഴിഞ്ഞു പറഞ്ഞു കഴിഞ്ഞു, എനിക്ക് പിടികിടത്തില്ല. അപ്പോൾ ഞാൻ ചെന്ന സമയത്ത് അമ്മയുടെ അമ്മ ഉണ്ടായിരുന്നു. അപ്പോൾ അവര് പഴയ ആൾക്കാരാ, അവരുടെ സ്ലാങ് എങ്ങനെ ആയിരിക്കും, കഴിഞ്ഞു. അപ്പൊ ഞാൻ ഇങ്ങനെ ഇവര് പറയുമ്പോ അച്ഛനും അമ്മമ്മയൊക്കെ പറയുമ്പോഴത്തേക്കും ചേച്ചിനെ കൊണ്ട് സൈഡിൽ പോയി നിർത്തും. എന്തോ പറയുന്നത് കാരണം വെച്ചാ ഇങ്ങനെ ഓനടിയെ പോയിന് അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് ആ സമയത്തൊന്നും മനസ്സിലാവില്ലല്ലോ. അന്നും ഞാൻ 19ാമത്തെ വയസ്സിൽ അവിടെ കയറി ചെല്ലണേ, ഒന്നും അറിഞ്ഞൂടാ. അപ്പോഴത്തേക്കും അങ്ങനെ ഒരു കണക്ഷൻ ചേച്ചിയായിട്ട് ആ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ അമ്മ പൊതുവെ ഒരു സൈലന്റ് ക്യാരക്ടറാണ്, പക്ഷെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഫീൽഡാണ്. ഇപ്പൊ അമ്മ അഗ്രികൾച്ചർ ഫാമിലാണ് ജോലി ചെയ്യണേ. അപ്പൊ അവിടെ എല്ലാരും ചോദിക്കും, സ്മൃതി മോന്റെ ഓള് TV കണ്ടിനി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അമ്മ കണ്ടായിരുന്നല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്, അപ്പൊ അമ്മ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറയും, ഇങ്ങനെ പ്രോഗ്രാം ഉണ്ടായിരുന്നല്ലേ. അവര് നല്ല സപ്പോർട്ടാണ്, അത് പറയാതിരിക്കാൻ വയ്യ. അതുപോലെ സ്മൃതിയുടെ അമ്മ, നിങ്ങളുടെ കണക്ഷൻ ഭയങ്കര ഒരു, അതിനെ കുറിച്ച് ഇവിടെ ഒന്ന് പറയാം. എന്റെ അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് തന്നെയാണ്. സ്മൃതി അമ്മേനെ അമ്മ എന്നല്ല വിളിക്കാറ്. അതൊക്കെ അങ്ങനെ അറിഞ്ഞു, അതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതെ, അമ്മന്ന് പൊതുവെ എന്ന് വെച്ചാല് അമ്മ എന്ന് വിളിക്കുന്നല്ലാതെ സ്നേഹത്തോടെയോ അല്ലെങ്കിൽ സ്നേഹത്തോടെ ഞാൻ പേര് വിളിക്കും, ഇടി പൊടി, അങ്ങനെ ഒരു ബന്ധമാണ് ഞങ്ങൾ തമ്മില്. മീൻസ് എന്താ പറയാ, ഞങ്ങള് പുറത്തു പോവാണെങ്കിലും ഒരുമിച്ച് വായി നോക്കുക, ചെക്കന്മാരെയൊക്കെ മറ്റെന്താ കൗണ്ടറൊക്കെ അടിക്കത്തില്ലേ, അതുപോലെ അടിക്കുക. സ്ഥിരം ഞങ്ങൾ തമ്മിൽ ഒരുമിച്ചാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്ന വെച്ചാൽ സന്തൂർ മമ്മിയാണ്. ഞാന് ഇതിന് ഇപ്പോഴാണ് ഞാൻ എന്ന് വെച്ചാൽ ഇങ്ങനെ തന്നെയായിരുന്നു ആദ്യം, പക്ഷെ ഒരിടയ്ക്ക് ഞാൻ ഒന്ന് വണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതാണോ നിന്റെ അമ്മ, അത് നിന്റെ ചേച്ചിയാണ് കേട്ടോ. അപ്പൊ എനിക്കൊരു ഇഷ്ടം ഉണ്ടെങ്കിലും ഒരു കോംപ്ലക്സ് ചെറുതായിട്ടൊക്കെ അടിക്കുള്ളൂ നമ്മളെ അമ്മമാര് ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും. അപ്പൊ ഞാൻ പറയും, മേലെ ഇനി എന്റെ കൂടെ നടക്കാം, അങ്ങോട്ട് കുറച്ച് നീങ്ങി എന്നങ്ങ് നടന്നാൽ മതി, ഞാൻ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും പറയണ്ട എന്ന് ഞാൻ അമ്മയോട് ഇങ്ങനെ പറയും. എന്നാൽ പോലും ഇപ്പോഴും ആ ലെവലിൽ തന്നെയാണ് അമ്മ ഇങ്ങനെ കൊണ്ടുപോണത്. പക്ഷെ ആകെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഈ അഭിനയം ഒരു സാധനം ഇങ്ങനെ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രശ്നങ്ങളേ ഉള്ളൂ. അല്ലാതെ ആള് ഭയങ്കര
ആക്റ്റീവാണ്. പിന്നെ എൻ്റെ അമ്മ ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആണ്. അറിയാം. അപ്പോൾ പക്ഷെ ആളെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ ഒരാളാന്ന് പറയില്ല. അതാണ് എനിക്ക് അമ്മയിൽ നിന്ന് കിട്ടിയ ഒരു റോൾ മോഡൽ, അല്ലെങ്കിൽ ആ ഒരു പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പുള്ളിക്കാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, എനിക്ക് അറിഞ്ഞൂടാ അമ്മയെ പറ്റി പറയേണ്ടത് എന്താണെന്ന്. കാരണം ചെറുപ്പം മുതലേ അങ്ങനെയാണ്, ആക്റ്റീവാണ് ഭയങ്കരമായിട്ട്, എല്ലാത്തിനും മുന്നിൽ നിൽക്കും. ഡാൻസും പാട്ടും ഒക്കെ ഇഷ്ടമാണ് പണ്ട് മുതലേ. പക്ഷെ അതൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എന്നിലൂടെയാണ്, ഞാൻ പഠിക്കാത്തതായിട്ടൊന്നുമില്ല, എന്നെ അതുപോലെ എല്ലാവരും വഷളാക്കി ഡാൻസ് പാട്ട് മറ്റേ കീബോർഡ് വയലിൻ എല്ലാം പഠിച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ അമ്മയ്ക്ക് പറ്റാത്തതാണ് എന്നിലൂടെ എനിക്ക് മീൻസ് അമ്മ നിറവേറ്റി തന്നെ. ഞാൻ എന്നിട്ട് ഒരു ഫ്ലോറിൽ നമ്മുടെ പമ്പർശ്ശേരിയിലെ ഫ്ലോറിൽ ഞാൻ അമ്മേനെ കയറ്റി. അപ്പൊ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഇതുവരെ അങ്ങനെ കേറിയിട്ടില്ല. പക്ഷെ എന്നാൽ പോലും വഴക്കും കാര്യങ്ങളും കുശുമ്പും ഇതൊക്കെ ഉണ്ടാവുമെങ്കിലും ആൾ അടിപൊളിയാണ്. അതുപോലെ തന്നെയാണ് കേട്ടോ അച്ഛനും. അച്ഛൻ സൈലന്റ് ആണെന്നേ ഉള്ളൂ, പക്ഷെ ആൾക്കും ഇതുപോലൊക്കെ തന്നെയാണ്. സപ്പോർട്ട് മീൻസ് ഇഷ്ടമൊക്കെയാണ്, എന്നാലും ഡാൻസും പാട്ടും കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇത്. അങ്ങനെ ഇപ്പോ ഷുഗർ കട്ട് എന്നാണ് ഇപ്പൊ ഇറങ്ങിയ ഷോർട്ട് മൂവിയുടെ പേര്. അതുപോലെ തന്നെ സ്മൃതിനെ ഞാനൊരു 2 വർഷം മുൻപ് കാണുമ്പോ സ്മൃതി ഇങ്ങനെ ആയിരുന്നില്ല. ശരിക്കും ഷുഗർ കട്ട് മൂവിയിലെ കുറച്ച് കാര്യങ്ങൾ സ്മൃതിയുടെ ലൈഫുമായിട്ട് കണക്റ്റഡ് ആണ്. അത് എന്താ എടുത്തു വെച്ച് എനിക്ക് ക്യാരക്ടർ തന്ന പോലെ ഉണ്ടാവും. ഞാനും ആലോചിച്ച് ഇത് കറക്റ്റ് ആണല്ലോ, ആരാ സ്ക്രിപ്റ്റ്. അല്ല, എൽസൻ ചേട്ടൻ എന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു, ആദ്യം എൽസന്റെ മൈൻഡിൽ ഞാനേ ഇല്ല, വേറെ 2-3 ആൾക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോ ഇങ്ങനെ എന്റെ പേരേ ഇല്ല. അപ്പം ഞാൻ അവരുടെയൊക്കെ മുന്നേ ചെയ്തിട്ടുള്ള ഒരു കോമഡി ക്യാരക്ടറാണ്. ഇതിന് മുന്നേ അവരുടെ കൂടെ ചെയ്ത വർക്കുകളെല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പൊ ചേട്ടൻ എന്നെ വിളിച്ചിട്ട് പറയാം, എടീ ഇങ്ങനെ ഒരു സബ്ജക്റ്റ് ആണ്, പക്ഷെ നീ അത് ചെയ്യണം, നീ അത് ചെയ്ത് നോക്ക്, നിന്നെ കൂടെ പറ്റും, നീ ചെയ്ത്. അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴും സ്ക്രിപ്റ്റ് വായിച്ചപ്പോഴും എന്നെ കൂടെ പറ്റുമോ, കാരണം ഒരു സൈലന്റ് ക്യാരക്ടറാണ്, എങ്ങനെ അത് മാനേജ് ചെയ്യും. ഓക്കെ, നമുക്കൊരു കുറച്ചു നേരം നമുക്ക് ഫ്ലോറിൽ മാനേജ് ചെയ്യുന്നത് ഓക്കെ, ഇതൊരു ഷോർട്ട് മൂവിയാണ്, അതിൽ ഫുള്ളി ക്യാരക്ടർ പിടിക്കണം. അതെനിക്കൊരു ടാസ്ക് ആയിരുന്നു. എങ്ങനെ പിടിക്കും അത്, കോസ്റ്റ്യൂം വൈസും എന്താ പറയാ അറ്റൻഷൻ വൈസും എല്ലാത്തിലും നമ്മളത് പിടിക്കണം. പക്ഷെ അതെന്തോ ദൈവകൃപ കൊണ്ട് അത് സെറ്റാക്കി എടുക്കാൻ പറ്റി. ശരിക്കും സ്മൃതി ചെറിയ കുട്ടിയല്ല, എന്നാലും ചെറിയ കുട്ടിയാ. ചെറിയ കുട്ടിയാണ്, 25. അപ്പൊ അത്ര ചെറുതല്ല എന്നാലും. പക്ഷെ ആ ഒരു ഏജ് ഭയങ്കര എന്താ പറയാ, ഭയങ്കര ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു ഇച്ചിരി പ്രായം എത്തിയിട്ടും കല്യാണം നടക്കാത്തൊരു ആ കറക്റ്റ് ആ ഫിഗർ കിട്ടുന്നുണ്ട് അതിൽ. അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അത് ഭയങ്കര അടിപൊളിയായിട്ട് ഫീൽ ചെയ്തു. അതെനിക്ക് ഒരു നിർബന്ധമുള്ള ഒരു സാധനമാണ് എൻ്റെ ആക്ടിങ് ലൈഫിൽ. അത് പണ്ട് മുതലേ എന്ന് വെച്ചാൽ ആദ്യം കയറിയ സമയത്ത് എനിക്കൊരു സാധനം ഉണ്ടായിരുന്നു. അതായത് എൻ്റെ ഫേസ് അങ്ങനെ എല്ലാവരും അറിയപ്പെടും ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ. അങ്ങനെ എന്ന് വെച്ചാൽ ഒത്തിരി മേക്കപ്പ് ഒന്നും ഇല്ലാതെ എല്ലാവരും അറിയപ്പെടുക, അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചു. പിന്നെ നമ്മൾ ഇതിലേക്ക് എൻ്റർ ആയി തുടങ്ങിയപ്പോൾ ഉണ്ടല്ലോ, എനിക്കൊരു സാധനം ഞാൻ മനസ്സിൽ ഉറപ്പിച്ചതാണ്. ഏത് ക്യാരക്ടർ ചെയ്യുന്നോ അതിന് എത്രത്തോളം അതിനകത്ത് ഇൻവോൾവ് ആവാൻ പറ്റുമോ അത്രത്തോളം ഞാൻ എഫേർട്ട് എടുക്കും. സത്യം പറഞ്ഞാൽ എനിക്ക് സാരി ഉടുക്കാൻ അറിയില്ല, ഞാനാണ് ആ സാരി ഉടുത്തത്. എനിക്ക് അറിഞ്ഞൂടാ. അന്നത്തെ ആ ദിവസം കൊണ്ട് ഞാൻ 10 മിനിറ്റ് കൊണ്ടാണ് ഒരുങ്ങി റെഡി ആയിട്ട് ഇറങ്ങി. എനിക്ക് വേണ്ടി അവർ കാറിൽ വെയിറ്റ് ചെയ്യും എന്നെ കൂട്ടാൻ വേണ്ടിട്ട്. ഞാൻ പറയും ഞാൻ ഇപ്പൊ വരും റെഡി ആയിട്ട് ഇപ്പൊ വരും. അന്ന് എന്റെ ഫോൺ താഴെ വീണ് പൊട്ടി, അലാറം അടിക്കാതെ അങ്ങനെയൊക്കെയാണ് എനിക്ക് പറ്റാതെ തന്നെ. പക്ഷെ അന്നത്തെ ഒരു ദിവസം കൊണ്ട് കുറെ കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ മാറിപ്പോയി. സാരി ഉടുക്കാൻ പഠിച്ചു പെട്ടെന്ന്. അതാണ് ഫസ്റ്റ് കാര്യം. എനിക്ക് സാരി ഉടുക്കാൻ അറിഞ്ഞൂടായിരുന്നു, സാരി ഉടുക്കാൻ പഠിച്ചു. ആ ഒരു ക്യാരക്ടർ, ഒരു ലിപ്സ്റ്റിക്ക് പോലും ഇടാതെ ഇറങ്ങാൻ കൂട്ടാക്കാത്ത ഞാൻ, ആ ഒരു ക്യാരക്ടറിൽ ഞാൻ മുഖത്തൊന്നും യൂസ് ചെയ്തിട്ടില്ല, ഒരു പൊട്ട് മാത്രമേ ഉള്ളൂ. എൻ്റെ ലൈഫിൽ ഞാൻ ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു അങ്ങനെ നിൽക്കുന്നത്. അത് തന്നെ നിൽക്കാൻ വില്ലിങ് അല്ലായിരുന്നു ഞാൻ നേരത്തെ സ്മൃതിയാണെങ്കിൽ. പക്ഷെ ഇപ്പൊ ഞാൻ വില്ലിങ് ആണ്, ഞാൻ അങ്ങനെ ചെയ്യും എന്നുള്ളൊരു ഇതായിരുന്നു. അതിലെനിക്ക് പ്രൗഡുണ്ട്. അത് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ആ ഒരു സാധനം എനിക്ക് ഭയങ്കര പ്രൗഡായിരുന്നു. ഫിലിമിലേക്ക് നോക്കിയായിരുന്നു? ഞാൻ ഒരു ഫിലിം ചെയ്തു, പെണ്ണ് കേസ് എന്നാണ് മൂവിയുടെ പേര്. നിഖില വിമലായിരുന്നു മെയിൻ ചെയ്ത. മറ്റേ കല്യാണം കഴിക്കുന്ന? അതന്നെ ഒത്തിരി കല്യാണങ്ങളൊക്കെ. അതിലൊരു പോലീസുകാരിയായിട്ടാണ് ചെയ്തത്. അപ്പോ എനിക്ക് എന്താ പറയാ, ഒരു സ്ക്രീൻ പ്രസൻസ് നല്ലോണം ഉണ്ടായിരുന്ന ഒരു മെയിൻ ആയിട്ടുള്ള മിക്ക സീനിലും സോങ് സീക്വൻസിലും എല്ലാം
ഞാൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ എടുത്തു പറയാൻ ഒരു ക്യാരക്ടറായിട്ടും ഉണ്ടായിരുന്നു. അനീഷ എന്നാണ് ക്യാരക്ടറിന്റെ പേര്. പക്ഷെ നമുക്കിങ്ങനെ എടുത്തു പറയാൻ വേണ്ടി ഇങ്ങനെ ഡയലോഗ് കാര്യങ്ങൾ അങ്ങനെ ഉണ്ടായില്ല. പക്ഷെ നമ്മുടെ ഫസ്റ്റ് മൂവി അല്ലേ, ഫസ്റ്റ് മൂവി ആയോണ്ട് എനിക്കതൊരു അത്രയ്ക്ക് അങ്ങ് ഹിറ്റായില്ല തോന്നുന്നല്ലേ. എന്നുവെച്ചാല് എല്ലാവർക്കും പറ്റുന്ന ഒരു സ്പേസ് ഓഫ് മൂവി അല്ലത്. മീൻസ് ചിലർക്കത് പിടിക്കൂല, ചിലർക്കത് പിടിക്കും, അങ്ങനെ ഒരു ഇതാണ്. അത് ഇറങ്ങിയപ്പോ തന്നെ കുറെ അങ്ങനെ പെണ്ണുങ്ങളെ ഇതാക്കി അങ്ങനെയാണ്, പിന്നെ ആണുങ്ങളെ ഇങ്ങനെ അങ്ങനെ കുറെ കാറ്റഗറി ഉണ്ടല്ലോ. ഇപ്പത്തെ വിശേഷം കോമഡി മാസ്റ്റേഴ്സ്. ഇപ്പം നിലവിൽ ഞാനിപ്പോ കോമഡി മാസ്റ്റേഴ്സിലാണ് ചെയ്യണേ. അതും ഇതുപോലെ ഷെഡ്യൂള് ബ്രേക്ക് ആയപ്പോൾ, അതായത് ബമ്പർച്ചിരി ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് ഒരു 3-4 ഷെഡ്യൂള് ബ്രേക്ക് ആയി. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പഠിത്തം പോലും വേണ്ടാതെയാണ് ഞാൻ വന്നത്. അപ്പൊ നാട്ടുകാരൊക്കെ ഇങ്ങനെ ചോദിക്കുന്നു, സ്മൃതി ഇപ്പൊ അതിനകത്ത് കാണുന്നില്ലല്ലോ. അപ്പൊ ഞാൻ വരുന്നുണ്ട്, എനിക്കറിയാലോ ഇല്ല എന്നുള്ള കാര്യം. 2 ഷെഡ്യൂളായിട്ട് ഞാൻ വീട്ടിലിരിക്കുന്നത് എനിക്കറിയാം. അപ്പൊ ഞാനിങ്ങനെ വിചാരിക്കുന്നു എന്തേലും ചെയ്തേ പറ്റുള്ളൂ. കാരണം വെച്ചാൽ നമ്മൾ അത് വേണ്ടാന്ന് വെച്ച് ഇങ്ങനെ വന്നു. എത്രയെന്ന് വിചാരിച്ച് സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ കൂടെ ഉണ്ടെങ്കിലും ഒരു സാധനം ഉണ്ടാവില്ല. അപ്പൊ ഞാൻ പിന്നെ ചിന്തിച്ചിട്ടാണ് പിന്നെ വിഷ്ണുചേട്ടൻ ഗ്രൂമർ വിഷ്ണുചേട്ടനുണ്ട്, വിഷ്ണുഗോപാൽ. വിഷ്ണുചേട്ടൻ അവിടെ ഉണ്ട്, അമൃതയിലുണ്ട് എന്നുള്ളൊരു ധൈര്യത്തിൽ ഞാൻ അങ്ങോട്ടേക്ക് പോയി. കാരണം എന്റെ ഫസ്റ്റ് ബമ്പർ വിഷ്ണുചേട്ടനായിരുന്നു. അപ്പോ ഞാൻ ഇങ്ങനെ പറഞ്ഞു ഇന്നാണ്. അപ്പം അങ്ങോട്ടേക്ക് പോയി. പിന്നെ വിഷ്ണു അശോക് ചേട്ടനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അതിനകത്തോട്ട് കയറി അതിലിങ്ങനെ നിൽക്കുന്നു. ഇങ്ങനെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ മാസം 7 വർഷമാവും. കുട്ടികൾ? സ്വാഭാവികമായിട്ടും വരുന്ന ഒരു ചോദ്യമാണ്. കല്യാണം കഴിഞ്ഞു, കുട്ടികൾ. ഹസ്ബൻഡ് മിലിറ്ററിയില്, ആർമിയിലാണ്. അതിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇന്റർവ്യൂ പോരാതെ വരും തോന്നുന്നു. അല്ല, വേറെ സ്വാഭാവികമായിട്ടും കല്യാണം അറിയേണ്ട ഒരു കാര്യമാണ് അത്. വേറെ എന്താന്ന് വെച്ചാല് ഒബ്വിയസ്ലി അവൻ അവിടെയാണ്. അവന് വർഷത്തിൽ ഇത്ര ദിവസമേ ലീവ് ഉണ്ടാവുള്ളൂ. ഞാൻ ഇവിടെയാണ്. ഞാൻ കുറച്ച് ദിവസം അവൻ്റെ അടുത്ത് അവിടെ പോയി മീററ്റിൽ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പം മീററ്റിലേ ഉള്ളത്. അപ്പോൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് നിൽക്കണത്. അത് നമുക്കറിയാം ആ ഒരു സാധനം. പക്ഷേ പുറത്തുനിന്ന് കാണുന്നവരെ അത് മനസ്സിലാക്കണില്ല എന്ന് തോന്നുന്നു. അതായത് എപ്പോഴും അവൻ എന്റെ കൂടെ ഉണ്ടെന്നുള്ള രീതിയിലാണ് അവരുടെ ചോദ്യങ്ങള്. അത് അറിയില്ല എന്താ നമ്മൾ പറയുന്നതിനൊരു നമുക്കൊരു റീസൺ ഉണ്ട്. പക്ഷെ അവര് മനസ്സിലാക്കേണ്ട ഒരു രീതി ഉണ്ടല്ലോ. നമ്മൾക്ക് എത്ര എന്ന് വിചാരിച്ച് പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സങ്കടമായിരുന്നു അത് ചോദിക്കുമ്പോ. എന്താ കുട്ടികളായില്ലേ, ഇത്രയും ദിവസം, ഇത്രയും മാസങ്ങളായില്ലേ, ഇത്രയും വർഷമായില്ലേ, അയ്യോ എന്താ പറ്റിയത്, ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോ നമ്മള് എന്തേലും ഉണ്ടോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ, ഒന്ന് ഡോക്ടറിനെ കാണിച്ച് നോക്ക്, അതാണ് ഇതാണെന്നൊക്കെ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡ് അങ്ങ് ഡൗൺ ആവുക. എന്നിട്ട് അങ്ങനെ ഡൗൺ ആയിട്ട് ഞങ്ങൾ പോയിട്ട് ഡോക്ടറിന്റെ അടുത്ത് പോയി. എന്തിനാ പിന്നെ നാട്ടുകാരെ ഇത്രയും പറയുന്നല്ലേ, അപ്പൊ പിന്നെ നമ്മളെന്തിനാ അതായിട്ട് കുറയ്ക്കുന്നത്. പോയി കഴിഞ്ഞപ്പോ ഡോക്ടർമാര്, അതായത് ഞാൻ പറയാം, കോട്ടയത്ത് പോയി, കണ്ണൂര് പോയി, ഡൽഹിയിലും പോയി, ഡൽഹിയിൽ 2 ഹോസ്പിറ്റലും പോയി. ഈ 4 ഡോക്ടേഴ്സ് ഞങ്ങളുടെ അടുത്ത് ഒരു കാര്യം പറഞ്ഞു, ആദ്യം നിങ്ങള് കുറച്ച് ദിവസം ഒന്ന് ഒന്നിച്ച് നിൽക്ക, അതേ ഉള്ളു പ്രശ്നം, വേറെ നിങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവും ഞങ്ങൾ കാണുന്നില്ല. അതായത് സയന്റിഫിക്കലി അവർക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല, പിന്നെയുള്ള പ്രശ്നങ്ങൾ ഈ നാട്ടുകാർക്കൊക്കെയാണ്. ഇനി ഇതിൽ കൂടുതൽ എനിക്ക് ബോധിപ്പിക്കാൻ എനിക്ക് അറിഞ്ഞൂടാ. അതായത് സാമാന്യ ബോധമുള്ളവർക്ക് മനസ്സിലാവും അവൻ എവിടെയാണ് ഞാൻ എവിടെയാണ് എന്നുള്ള കാര്യം. അത് എന്റെ കൂടെ ഞാൻ എന്താ പറയണ്ട, ഒന്നും പറയാനില്ല പറ്റിട്ട്. പിന്നെ ഞാൻ വിശ്വസിക്കുന്ന, ഞാനും അവനും വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, ഒരു ടൈമുണ്ട്. അത് അങ്ങനെ വിചാരിക്കുന്ന ഒരു ടൈമുണ്ട്. ആ ടൈമിലേ തരുള്ളൂ. നമ്മള് എത്ര കഷ്ടപ്പെട്ടാലും ആ ടൈമിലേ തരുള്ളൂ. അതുകൊണ്ട് ഞാൻ അതുമായിട്ട് പൊരുത്തപ്പെട്ട് ഞാനും അവനും അങ്ങനെ തന്നെയും മുന്നോട്ട് പോകുക, അത്രേ ഉള്ളൂ. ഇങ്ങനെ ചോദ്യങ്ങൾ വരുമ്പോ ഇങ്ങനെ കേൾക്കുക, ഇങ്ങനെ വിടുക. ഇപ്പൊ അതൊരു ഇതില്ല ചോദ്യങ്ങള്. എനിക്ക് കുറച്ചാവുമ്പം അത് കല്യാണം കഴിഞ്ഞോ, കല്യാണം ആയില്ലെങ്കിൽ കല്യാണം ആയില്ലേ, കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയായില്ലേ, കുട്ടി ഒരെണ്ണം ആയി കഴിഞ്ഞാലും പിന്നെ അടുത്തതായില്ലേ, അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇപ്പം കല്യാണം കഴിഞ്ഞു, ഡിവോഴ്സായി കുറച്ച് കഴിയുമ്പോ വീണ്ടും അടുത്ത കല്യാണം ഇല്ലേ, ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. മലയാളികൾക്ക് പൊതുവെ
നമുക്ക് ഇപ്പൊ നമുക്കായാലും അപ്പുറത്തെ വീട്ടിൽ എന്താണെന്ന് അറിയാൻ വേണ്ടിട്ടൊരു ക്യൂരിയോസിറ്റി നമുക്കും ഉണ്ടാവും. അത് ശരിയാണ്. സ്വാഭാവികമായിട്ട് ഞാനായാലും ചോദിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ച് ഒരു ചോദ്യം കൂടെ ഉണ്ട്. എന്താ അവന്റെ കൂടെ അങ്ങോട്ട് പോവാത്തത്? എന്താ ഇതുവരെ അവിടെ പോകാറായില്ലേ? എന്നാ ഇതിനു മുന്നേ ഞാൻ പോയതാന്നും പോയി നിന്നിട്ട് വന്നതെന്നും ഈ കാണുന്ന ഇല്ലെങ്കിൽ ഈ ചോദിക്കുന്ന ആൾക്കാരൊന്നും മനസ്സിലാക്കുന്നില്ല. അതായത് അവർക്കൊരു പീരീഡ് ഓഫ് ടൈം ഉണ്ട്, അവർക്ക് അനുവദിച്ച ടൈം, ക്വാർട്ടേഴ്സ് അനുവദിച്ച അങ്ങനെയൊക്കെ ഉണ്ട്. ഇത് നമുക്കറിയാം, എല്ലാരും പൊതുവിക്കാൻ പറ്റുമോ? ചോദിക്കുന്നവരോട് ഞാൻ അങ്ങനെ കൗണ്ടർ അടിച്ചങ്ങ് വിടും, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ അടുത്ത വരുന്ന ഒരു സംഭവമാണ്, അവളിങ്ങനെ കോമഡി ഒക്കെ ചെയ്യുവാണ്, ഹസ്ബൻഡ് മിലിറ്ററിയിലാണെന്ന് പറയുന്നു. എന്താ മിലിറ്ററിയിലാന്നൊക്കെ പറയുന്നുണ്ട്. അവളിവിടെ കിടന്ന് കണ്ടില്ലേ ഈ ചാനൽ തോറും അങ്ങോട്ടും ഇങ്ങോട്ടും അഭിനയിച്ച് നടക്കുന്ന, ടി വിക്കകത്ത് നടക്കുന്ന. എന്താ കുറവ്? പട്ടാളക്കാരൻ ഭർത്താവ് എന്തോ നോക്കാനാ, അങ്ങനെയും പറയുന്നുണ്ട്. ഇതൊക്കെയല്ലേ സ്ഥിരം കേൾക്കുന്നതല്ലേ ഞാനിതൊക്കെ. ഞാൻ പറഞ്ഞില്ല, ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ഒരു പ്രശ്നമായിരുന്നു. കാരണം ഞാൻ 19ാമത്തെ വയസ്സിലാണ് പോയെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ ഒരു ടൈമില് നമ്മൾ ചിന്തിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, എന്താ ആൾക്കാരൊക്കെ ഇങ്ങനെ പറയുന്നേ, ഇനി ഞാൻ മോശമായിട്ടാണോ, അങ്ങനെയൊക്കെ ഞാൻ വിചാരിക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ മനസ്സിലാക്കി അങ്ങനെ തന്നെയാണ്. അതിപ്പോ എനിക്ക് എന്തോ പ്രായമാണേലും ആർക്കെന്തോ പ്രായമാണേലും ആൾക്കാരങ്ങനെ തന്നെയാണ്, എല്ലാ ആൾക്കാരും അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ളൂ. പക്ഷെ ഇത് പ്രശ്നം വരുന്ന വെച്ചാല്, ഈ ആൾക്കാർ പറയുന്നതെല്ലാം ഉണ്ടല്ലോ, നമുക്ക് സപ്പോർട്ടീവ് ആയിട്ട് നിൽക്കുന്ന ഫാമിലി മെമ്പേഴ്സും ഫ്രണ്ട്സും ഈവൻ ആരെയൊക്കെ ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവ്സ് ആണെങ്കിൽ പോലും അവര് വരെ ഒരു 10% മാറി ചിന്തിക്കാൻ തുടങ്ങും. അത് ഒരു തവണ കേൾക്കുമ്പോ കുഴപ്പമുണ്ടാവില്ല, പിന്നെ ഇപ്പൊ റിപ്പീറ്റ് അടിച്ച് കേൾക്കുമ്പോൾ ഒബ്വിയസ്ലി അവർ ചിന്തിക്കും. അത് ഈ ചിന്തിക്കുന്നവരുടെ പ്രശ്നമല്ല, ചോദിക്കുന്നവരുടെയും പ്രശ്നമല്ലായിരിക്കും. പക്ഷെ അത് എന്താ പറയാ, അതൊരു റൂളായിട്ട് അത് ഭയങ്കര പ്രശ്നമാണ്. അത് നമ്മളെ ഭയങ്കരമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യം. അത് ഞാനത് കുറേ അനുഭവിച്ചിട്ടുണ്ട്. അത് എന്ന് വെച്ചാല് ഈ ഫീൽഡിൽ കയറിയിട്ട് കുറേ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. കുറേ ഇങ്ങനെ ഈ അവിടുന്ന് ഇവിടുന്ന് കേൾക്കുന്ന കുറെ കാര്യങ്ങൾ, മെന്റലി പ്രഷർ, അത് വേറെ. അതായത് നമ്മൾ കുറച്ച് ആക്റ്റീവായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അതേ ഉണ്ടാവുള്ളൂ ഗോസിപ്പ്. കുറച്ച് ഒരു എന്താ പറയാ, അടുത്തുനിന്ന് സംസാരിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ കൈ തൊട്ടൊന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ, ഞാനൊക്കെയാണ് തോളെ കയറി ഇരുന്നാ സംസാരിക്കുന്നത്. അതിപ്പോ ആരാണ് പോലും, ഇപ്പൊ ഒരു 5 മിനിറ്റ് സംസാരിച്ചപ്പോഴും ഞാൻ പെട്ടെന്ന് കയറി അങ്ങനെ ഒരാളാണ് ഞാൻ. അപ്പോ ഇങ്ങനെ കേൾക്കുമ്പോ നമ്മൾ വിചാരിക്കുന്നത്, ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ എന്നെ പറ്റി പറയുന്ന കാര്യങ്ങളൊന്നും. അങ്ങനെ നമ്മൾ ചിന്തിക്കും. അത് ഈ ഫീൽഡും കൂടെ ആയോണ്ട്. അതെ, വേറെ കാര്യം എന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എന്റെ വീട്ടിൽ ഈ ഒരു ഫീൽഡ് താല്പര്യമില്ല. പിന്നെ പ്രായമുള്ള ആൾക്കാരുടെ വിചാരം എന്ന് വെച്ചാൽ, ഈ ഫീൽഡ് എന്ന് വെച്ചാൽ അങ്ങനെയാണെന്നുള്ള വിചാരമാണ്. പക്ഷെ അത് നമുക്ക് തിരുത്താനും പറ്റൂല. ഈ വാർത്ത കൂടെ കേൾക്കുമ്പോ എങ്ങനെ ഉണ്ടാവും? അടിപൊളിയായിരിക്കും. അതിപ്പോഴേ ഈ റിയാലിറ്റി ഷോയിൽ വരുന്ന സമയത്ത് പലർക്കും ഇത് ടിവിയിൽ കാണുമ്പോ, നമ്മൾ ജസ്റ്റ് ടിവിയിൽ കാണുന്നു, നിങ്ങൾ വീട്ടിലിരുന്ന് പഠിച്ചിട്ട് നേരെ ചെന്ന് പെർഫോം ചെയ്തിട്ട് തിരിച്ചു പോരുവാന്ന വിചാരം പലർക്കും. ഇതിന് ഇത്രയും ഡേയ്സ് നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും വിചാരിക്കും, ഇത്രയും ദിവസം എറണാകുളത്ത് പോയി നിൽക്കുക. അതാണ് ഞാന് എന്റെ നേറ്റീവ് പ്ലേസ് കോട്ടയമാണ്. പക്ഷെ ഞാൻ ഇപ്പൊ പൊതുവെ എറണാകുളത്ത് തന്നെയാണ് സ്റ്റേയും കാര്യങ്ങളും. കാരണം ഷൂട്ട്, നമുക്ക് ഡബും കാര്യങ്ങളൊക്കെ വരുമ്പം പെട്ടെന്ന് ഇവിടെ എറണാകുളത്തുള്ള ആൾക്കാർക്ക് നമുക്ക് ഡബ് കിട്ടുക. അത് നമ്മളൊരു ആർട്ടിസ്റ്റ് ആണ്, അതുകൊണ്ടാണ് നമ്മൾ അതേ വർക്ക് ബേസ് ചെയ്ത് നിൽക്കുന്നത്. പക്ഷെ ആൾക്കാർ ചോദിക്കുമ്പോ, ഓൻ്റെ കൂടെ എന്താ പോവാത്തെ, ഓനുമായിട്ട് എന്തോ പ്രശ്നമുണ്ട് അതാന്ന്. ഇതൊക്കെ കേൾക്കുമ്പോ ഞാൻ അതെ ഓനവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് മാരേജ് അവിടെ കഴിഞ്ഞു. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ പറഞ്ഞു. ഇത് ചിലപ്പോ ഇത് കാണുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ മനസ്സിലാകും, അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും. ഞാൻ കുറെ പേരുടെ അടുത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഒരു സെക്കൻഡ് മാരേജ് അവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഞാനത് മുൻകൈ എടുത്തത് എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങ് പോവും. അത് അവർക്ക് തമാശയാണോ സീരിയസ് ആണോ എന്ന് മനസ്സിലാക്കാനുള്ള ടൈം പോലും ഞാൻ കൊടുക്കൂല. ഞാൻ അപ്പം തന്നെ പോകും. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ നാവിയും ചിലപ്പം ഇങ്ങനെ വന്നോണ്ടിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയും. അതുകൊണ്ട് ഇപ്പം ഞാനത് ബോധേഡാവാറേ ഇല്ല. ഞാൻ അതേ വിട്ടു. ഞാൻ ഇപ്പം ഫോക്കസ് ചെയ്യുന്നത് എൻ്റെ ഒരു ആക്ടിങ് ഫീൽഡാണ്. അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരാളും ഉള്ളതുകൊണ്ട് ഞാൻ അതേ ഫോക്കസ് ചെയ്ത് പോകുന്നുള്ളൂ. ബാക്കിയെല്ലാം ഞാൻ അങ്ങ് വിടും, അത്രേ ഉള്ളൂ. എന്തായാലും നല്ല നല്ല അവസരങ്ങൾ ഇനിയും കിട്ടട്ടെ. ഷോർട്ട് ഫിലിമിൽ നിന്ന് ഇനി ഫിലിം ഒരെണ്ണം ചെയ്തു, അതുകൂടാതെ ഫിലിമിൽ ഇനിയും നല്ലൊരു ക്യാരക്ടർ കിട്ടട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു. താങ്ക് യു.